ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പുതിയ ഒരു വർഷം പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു വർഷമാകുന്നു എന്നുള്ളതാണ്. 2025 എന്ന് പറയുന്നതായ വർഷം നമ്മൾ പിന്നിടുകയാണ്. 2026 എന്ന് പറയുന്ന വർഷത്തെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് പ്രതീക്ഷ എന്ന് പറയുന്നത്? പ്രതീക്ഷയിൽ വിശ്വാസമുണ്ട്, ക്ഷമയുണ്ട്, കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി, പുതിയ പ്രതീക്ഷകൾ കാണുവാൻ വേണ്ടി പുതിയ ദിവസങ്ങൾ നമുക്ക് മുമ്പിൽ സമാഗതമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം പരാജയത്തിൻ്റെയും നഷ്ടങ്ങളുടെയും വർഷമായിരിക്കാം ചിലർക്ക്, എന്നാൽ ചിലർക്ക് വിജയത്തിൻ്റെയും നന്മയുടെയും വർഷമായിരിക്കാം. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് ഓരോ വ്യക്തികളും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ആ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതായ ഊർജം എന്ന് പറയുന്നത്. ഒന്ന്, ആകുല ചിന്ത ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക. ആകുല ചിന്ത ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെയായിത്തീരും എന്നതിനെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയും ആകുല ചിന്തയും ഭയവും നിരാശയും നമ്മളുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. നാളെ എൻ്റെ ആരുടെ കരങ്ങളിലാണ് എന്നുള്ളതായ ഉറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് ആകുല ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക നന്മകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകിത്തരും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. 2, ദൈവത്തിലുള്ളതായ സമർപ്പണം, അത് ദൈവത്തിലുള്ളതായ വിശ്വാസത്തോടൊപ്പം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവകരങ്ങൾ സമർപ്പിക്കുക, ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കുക. കന്യാമറിയാം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. ദൈവകരങ്ങൾ സമർപ്പിച്ചു. വലിയ നിയോഗം ഏറ്റെടുക്കുമ്പോൾ ആ നിയോഗം ഏറ്റെടുക്കുവാൻ വേണ്ടി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതായ കന്യാമറിയാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുക. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആകുല ചിന്ത ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക, ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ വർഷം നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, ഉറച്ച വിശ്വാസവും സമർപ്പണവും ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ ദൈവം വിളിച്ചവരൊക്കെയും
ദൈവം ആരെയും കൈവിട്ടതായിട്ട് ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്തതായ ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം വിളിച്ചവരൊക്കെയും വിശ്വസ്തനായിരുന്നു ദൈവം. വിശ്വസ്തനായ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ദൈവം വിളിച്ചവരൊക്കെ ദൈവം കൈവിട്ടില്ല, ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവർക്കും പുതിയ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, 2025 എന്ന് പറയുന്ന വർഷം ഞങ്ങൾ പിന്നിടുകയാണല്ലോ. 2026 എന്ന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വർഷമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവത്തിൻ്റെ കരുതലും കാവലും എല്ലാ മക്കളോടും കൂടി ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആകുല ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ദൈവം ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് യാത്ര ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സഹവാസവും വാഴ്വുകളും എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.